ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ക്ലാസ്സുകൾ കേട്ടോളൂ. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് വെച്ചാൽ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ്. ചാപ്റ്ററിൻ്റെ പേര് ആധുനിക കേരളം ആരുടെ ഭാവനയാണ്. ഇത് എഴുതിയിരിക്കുന്നത് പ്രദീപൻ പാമ്പരിക്കുന്നാണ്. അപ്പം ആധുനിക കേരളത്തിൻ്റെ ഭാവന ആരുടേതാണ് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട്, അതായത് ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക കേരളത്തെക്കുറിച്ചുള്ള ചർച്ചയിലെല്ലാം മുന്നിൽ വരുന്നൊരു പേരാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. 1888 നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠ വളരെ പ്രശസ്തമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നവോത്ഥാന പ്രക്രിയകളുടെ തുടക്കം എന്നൊരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാരും പഠിതാക്കളും ഒക്കെ ആധുനിക കേരളം ആരുടെ ഭാവനയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറയുന്നത്. പക്ഷെ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് ഒരു തുടർച്ച മാത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഈ ഉയർന്ന ജാതിക്കാർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടൊന്നും ചരിത്രകാരന്മാരോ പഠിതാക്കളോ ഗൗരവമായി പരാമർശിക്കുന്നില്ല. ഈ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ദളിത് കീഴാള വർഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മുടെ ലേഖകൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് സവർണ മേൽക്കോയ്മ എന്ന് പറയുന്നത്. 9ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള മനീഷ പഞ്ചകം എന്ന കൃതിയിൽ അയിത്തം പേടിച്ച് വഴിമാറാൻ പറയുന്ന ശങ്കരാചാര്യരോട് ചണ്ടാളൻ ചോദിക്കുന്നുണ്ട്, ആത്മാവിനാണോ ശരീരത്തിനാണോ അയിത്തം എന്ന്. ഇതുപോലെ തന്നെ കേരളത്തിലെ പല നാടോടി ഗാനങ്ങളിലും ജാതിയോടും സവർണ മേധാവിത്വത്തോടുമുള്ള ഒരു കലഹം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് അടിമകളെ വിലയ്ക്ക് കൊടുത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നൊരു സമ്പ്രദായം നമ്മുടെ കേരളത്തിലൊക്കെ നിലനിന്നിരുന്നു. 1999 ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകളിൽ അടിമകളെ ഉപദ്രവിക്കരുതെന്ന് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. 1813 മുതൽ 59 വരെ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ മേൽമുണ്ടിനു വേണ്ടി നടത്തിയ ഒരു കലാപമാണ് ചാന്നാർ കലാപം എന്ന് പറയുന്നത്. മാറുമറയ്ക്കൽ, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, നാടാർ ലഹള എന്നീ പേരുകളിലൊക്കെ ഈ ഒരു സമരം അറിയപ്പെടുന്നുണ്ട്. നാടാർ സമുദായത്തിൻ്റെ മറ്റൊരു പേരാണ് ശരിക്കും ചാന്നാർ എന്ന് പറയുന്നത്. ഹിന്ദുമതത്തിലെ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടാവാത്തതിനെ തുടർന്ന് അവർ ക്രിസ്തുമതം സ്വീകരിച്ച് മാറുമറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെ തുടർന്നിട്ട് ഉന്നത ജാതിയിലെ ഹിന്ദുക്കൾ നടത്തിയ അക്രമവും അതിലെ പ്രതികരണങ്ങളുമാണ് ഈ കലാപത്തിലെ പ്രധാന സംഭവങ്ങൾ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അരങ്ങേറിയിട്ടുള്ള ആദ്യത്തെ മനുഷ്യാവകാശ സമരങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഈ കലാപത്തെ വിലയിരുത്താം. അവർണനായ വൈകുണ്ഠസ്വാമികൾ പുരുഷന്മാരെ തലപ്പാവ് ധരിപ്പിക്കാനും സ്ത്രീകളെ മേൽമുണ്ട് ധരിപ്പിക്കാനും പ്രേരിപ്പിച്ചു. 1936 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്നൊരു സംഘടനയും സ്ഥാപിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. പൊതുകിണർ എന്ന ആശയം കൊണ്ടുവന്നു. വസ്ത്രത്തിനുമേൽ അവകാശത്തിനു വേണ്ടി പ്രവർത്തിച്ചു. കണ്ണാടി പ്രതിഷ്ഠിച്ചു. അങ്ങനെ 1850കളിൽ വചനത്തിനു വേണ്ടിയുള്ള ശബ്ദവും അടിമകൾ ഉയർത്തി. ഇതിനെ തുടർന്നാണ് അടിമ സ്കൂള് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ക്രിസ്ത്യൻ മിഷണറി സൊസൈറ്റിയായ ബാസൽ മിഷന്റെ ലഘുരേഖകൾ അധികവും കീഴാള വരേണ്യ സംവാദമായിരുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ നോവലുകളുടെ പ്രമേയം അടിമജാതികളുടെ വിദ്യാഭ്യാസം മുൻനിർത്തിയുള്ളതായിരുന്നു. ഒരിക്കൽ ജന്മിയായ കോശി കുര്യൻ പണിമുടക്കുന്ന വൃദ്ധനെ അടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ അടി കൊണ്ടത് ഒരു പിഞ്ചു കുട്ടിക്കായിരുന്നു. അതൊരു പുലയ കുട്ടിയായിരുന്നു. ആ കുട്ടി മരിച്ചു. 1857 നടന്ന ഈ സംഭവത്തെ തുടർന്നിട്ട് ഒരുപാട് പ്രതിരോധ സമരങ്ങളൊക്കെ ഉണ്ടായി. ഇവയുടെ പരാമർശം 1859 ഇംഗ്ലീഷിലും 1877 മലയാളത്തിലും പ്രസിദ്ധീകരിച്ച ഘാതകവധം എന്ന നോവലിൽ മിസ്സിസ് റിച്ചാർഡ് കോളിൻസ് പരാമർശിക്കുന്നുണ്ട്.
അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് 10 വർഷം മുൻപ് 1878 ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറിയായ സാമുവൽ മെറ്റീർ രേഖപ്പെടുത്തിയ ഒരു കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. ചന്തയിൽ നിന്നുള്ള പാതവക്കിൽ ക്ഷീണിച്ചെത്തിയ കാൽവേദനയുള്ളവളുമായ ഒരു പറയ സ്ത്രീ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. മദ്യപാനിയും ആഭാസനുമായ ഒരു ശൂദ്രൻ അതുവഴി വന്നു. തന്നെ അശുദ്ധനാക്കാതിരിക്കാൻ അവൾ ദൂരേക്ക് മാറിപ്പോയില്ല എന്ന കാരണത്താൽ അയാൾ തൻ്റെ കയ്യിലുണ്ടായ വടി കൊണ്ട് അവളെ അടിച്ചു. അവളോടൊപ്പമുണ്ടായിരുന്ന മകൻ അവളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ശൂദ്രനെ തിരിച്ചുമടിച്ചു. ഈ കേസിൽ വാദം കേട്ട ജഡ്ജി തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞത്, ഒരു താഴ്ന്ന ജാതിക്കാരൻ, പ്രത്യേകിച്ചും പറയൻ, ഒരു മേൽജാതിക്കാരനെ തല്ലുകയെന്നത് ധർമ്മശാസ്ത്രമനുസരിച്ച് സ്വാഭാവികമായിട്ടും ഗുരുതര കുറ്റമാണ്. എന്നാൽ ആ കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടി മിഷന് കീഴിലെ മതവിദ്യാർത്ഥിയാണ്. അതുകൂടാതെ സ്വന്തം മൂല്യം അറിയുന്നവനും സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നവനുമാണ്. ഈ ഒരു വിവരം ജഡ്ജി തിരിച്ചറിയുകയും ധർമ്മശാസ്ത്രമല്ല സാമൂഹ്യ നീതിബോധമാണ് പ്രധാനം എന്ന വിധി നിർണയിക്കുകയും ചെയ്തു. എഴുതപ്പെട്ട വാക്കുകളും അറിവും നിഷേധിച്ച വിഭാഗമായിരുന്നു കീഴാളർ. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോടെ എഴുതപ്പെട്ട വാക്കുമായി പുതിയ ബന്ധം സ്ഥാപിക്കാൻ മതപരിവർത്തനം ചെയ്ത ചിലർക്ക് സാധിച്ചു. മിഷണറിമാരിൽ നിന്ന് ലഭിച്ച ലഘുരേഖകൾ, ബൈബിൾ ഭാഗങ്ങൾ എന്നിവ കൈവശം വയ്ക്കാൻ കഴിഞ്ഞത് നിലവിലെ വ്യവസ്ഥയുടെ തിരസ്കാരം തന്നെയായിരുന്നു. 1882 പുല്ലേലി കുഞ്ചു എന്ന നോവൽ തുടങ്ങുന്നത് തന്നെ മേൽജാതിക്കാര് ജാതി പ്രശ്നത്തിലായി തീരുന്നുണ്ടെന്ന ഉത്കണ്ഠ പങ്കുവെക്കുന്ന സംഭാഷണത്തിലാണ്. ആ ഒരു സംഭാഷണം ഇതാണ്: എടാ കുഞ്ചു, നിനക്കിപ്പോൾ നാമം ജപിക്കുക, ഭസ്മം തൊടുക, ഈ വകയൊന്നും ഇല്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. ഇന്നലെ കേശവപിള്ളയും ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി. എന്താണ് ഈ വിധത്തിൽ തുടങ്ങിയിരിക്കുന്നതെന്ന്. അപ്പോൾ കുഞ്ചു പറഞ്ഞു, ജാതിയും ജാതി മര്യാദകളുമുള്ള സംഗതികളെക്കുറിച്ച് എനിക്ക് സംശയങ്ങൾ തോന്നിയിട്ട് കുറേ നാളായി. ജാതിഭേദം ഈശ്വരകൽപ്പിതമല്ല പണിക്കരെ എന്നാണ് തിരിച്ചു മറുപടി കൊടുത്തത്. ഇത്തരം സാമൂഹിക പ്രതിരോധങ്ങളുടെ തുടർച്ചയാണ് 1888 ശ്രീനാരായണ ഗുരു നടത്തിയ അരുവിപ്പുറം പ്രതിഷ്ഠ. കീഴാള ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദിക്കാതിരുന്ന കാലത്ത് അവർക്ക് പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യത്തെ മുൻനിർത്തിയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ശിവലിംഗം നെയ്യാറിൽ നിന്നാണ് കിട്ടിയത്. ഗുരു നടത്തിയ ഈ പ്രതിഷ്ഠയിൽ ചോദ്യം ചെയ്യാൻ എത്തിയ ഉയർന്ന ജാതികളോട് നാം നമ്മുടെ ശിവനെയാണ് എന്നാണ് ഗുരു പറഞ്ഞത്. ചരിത്രകാരന്മാരും പഠിതാക്കളും കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്. കാരണം അടിമ, ദളിത്, ആദിവാസി വിഭാഗങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമൂഹ്യ നവീകരണം ആരംഭിക്കും എന്നൊന്നും പൊതുസമൂഹം കരുതിയിട്ടില്ല. അടിമ, ദളിത് വിഭാഗങ്ങളിൽ ആത്മാവബോധം ഉണ്ടാക്കാൻ കാരണം മിഷണറിമാർ കേരളത്തിൽ നടത്തിയിട്ടുള്ള മതപരിവർത്തനമാണ്. സത്യത്തിൽ അവ മതപരിവർത്തനം ആയിരുന്നില്ല. ഗോത്രാചാരപ്രകാരം ജീവിച്ച ദളിതര് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അവർ മതപ്രവേശനമായിട്ടാണ് അത് നടത്തിയിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യ സമത്വത്തിലേക്കുള്ള ഒരു വഴി തന്നെ ആയിരുന്നു ദളിതരെ സംബന്ധിച്ച് മതപ്രവേശനം. 1892 മലയാളത്തിലുണ്ടായ സരസ്വതി വിജയം എന്ന നോവലിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ജഡ്ജിയായ മരത്തൻ എന്ന പുലയ യുവാവിനെ ബ്രാഹ്മണരും ത്രൈവർണികരുമൊക്കെ പ്രതിരോധിച്ചു നിന്നു. 1889 ഇന്ദുലേഖ എന്ന നോവല് എഴുതിയത്. ഈ നോവല് പുറത്തു വരുന്നതിന് 1 വർഷം മുമ്പാണ് കേരള സമൂഹത്തിലെ ശ്രദ്ധേയമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇന്ദുലേഖ എന്ന നോവലിൽ പരാമർശിച്ചിരുന്നില്ല. കീഴാള താഴ്ന്ന വിഭാഗക്കാർ സൃഷ്ടിച്ച ജാതി വിരുദ്ധ സമരങ്ങളാണ് സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെയും അടിത്തറയായത്. 1905 അയ്യങ്കാളി വിളാക്കത്ത് സ്കൂൾ സ്ഥാപിച്ചു. അത് സവർണര് കത്തിച്ചു. വീണ്ടും സ്കൂൾ സ്ഥാപിച്ചു. ഇങ്ങനെ ആധുനിക വിദ്യാഭ്യാസം എന്ന സങ്കല്പത്തെ കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാപിച്ചത് ദളിത് കീഴാള വിഭാഗങ്ങളാണ്. 1907 വിദ്യാഭ്യാസത്തിനു വേണ്ടി അയ്യങ്കാളി കാർഷിക പണിമുടക്ക് നടത്തി. അതുപോലെ തന്നെ 1907 സ്ഥാപിച്ച ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് കീഴാള വിഭാഗത്തിലെ പഞ്ചമി എന്ന കുട്ടിയുമായി അയ്യങ്കാളി എത്തുകയും എന്നാൽ കൊച്ചപ്പപ്പിള്ള എന്ന ജന്മിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയെയും ആ കുട്ടിയെയും എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. പഞ്ചമി എന്ന ജാതി വിവേചനത്തിൻ്റെ ഇര കയറിയ ഊരൂട്ടമ്പലം എന്ന സ്കൂൾ തന്നെ അവർ തീയിട്ട് നശിപ്പിച്ചു. ആ കുറ്റം അയ്യങ്കാളിയുടെ മേൽ കെട്ടിവെച്ചു.
ഈ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന കലാപം മറ്റിടങ്ങളിലേക്ക് കൂടി പടർന്നു. 7 ദിവസം അക്രമങ്ങൾ നീണ്ടു. ഈ പ്രദേശങ്ങളിലെ പുലയ സമുദായ അംഗങ്ങളുടെ കുടിലുകൾ തീയിട്ട് നശിപ്പിക്കുക, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക തുടങ്ങിയവയുണ്ടായി. രക്ഷ നേടിയിട്ട് ആണുങ്ങൾ കുറ്റിക്കാടുകളിലും പാറമടകളിലും ഒളിച്ചിരുന്നു. ഈ ലഹളയ്ക്ക് ശേഷം അയ്യങ്കാളി വെങ്ങാനൂർ ചാവടി സ്കൂളിലും പുലയ സമുദായ അംഗങ്ങളുമായി പ്രവേശനത്തിന് ചെന്നു. അവിടെയും സവർണർ അക്രമം അഴിച്ചുവിട്ടു. അതോടെ സ്കൂൾ പ്രവേശനത്തിനായി പുതിയ ഒരു സമരം രൂപം കൊണ്ടു. അയിത്ത ജാതിക്കാരുടെ സ്കൂൾ പ്രവേശനം, തൊഴിൽ സ്ഥിരത, കൂലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായി കർഷക തൊഴിലാളി പണിമുടക്കിന് അയ്യങ്കാളി ആഹ്വാനം ചെയ്തു. 1912 അയ്യങ്കാളിയുടെ കന്നി പ്രജാമണ്ഡലം എന്ന പ്രസംഗത്തില് കൃഷിഭൂമി കർഷകന് എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ഈ സമരങ്ങളുടെയൊക്കെ തുടർച്ചയാണ്. വിദ്യാഭ്യാസം പോലെ തന്നെ പത്രപ്രസിദ്ധീകരണ മേഖലയിലും മിഷണറിമാർക്ക് ശേഷം പ്രവേശിച്ചത് അധസ്ഥിത കീഴാളരാണ്. 1913 സാധുജന പരിപാലനി എന്ന മാസിക സാധുജന പരിപാലന സംഘം പ്രസിദ്ധീകരിക്കേണ്ടായി. പുലയരുടെ അവശതകൾ ചർച്ച ചെയ്ത ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത്. 1917 സഹോദരൻ പത്രമുണ്ടായി. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായ കെ. അയ്യപ്പൻ സ്ഥാപിച്ച സഹോദര സംഘത്തിൻ്റെ മുഖപത്രമായാണ് ഈ ഒരു പത്രം ആരംഭിച്ചത്. 1917 മെയ് 29 സഹോദര സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെറായിയിൽ അരങ്ങേറിയ മിശ്രഭോജനത്തിന് ശേഷം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കേണ്ട ആവശ്യകതയെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന ഒരു ലേഖനം അയ്യപ്പൻ എഴുതണ്ടായി. എന്നിട്ട് അത് മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തു. പക്ഷേ അത് പ്രസിദ്ധപ്പെടുത്തിയില്ല. ലേഖനം നല്ലതാണ്, പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല എന്ന കുറിപ്പുമായിട്ട് ആ ലേഖനം മടക്കി അയച്ചു. അങ്ങനെ അദ്ദേഹം ഇതിനെതിരായിട്ട് ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു, സഹോദരൻ എന്ന പ്രസിദ്ധീകരണം. ഹരിജനങ്ങളുടെ സ്കൂൾ പ്രവേശനം സഹിക്കാനാവാതെ നായർ മാടമ്പി 1925 ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ട് തിരുവിതാംകൂർ നിയമസഭാ രേഖയിലുണ്ട്. ഇതുപോലെ തന്നെ കീഴാളർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിഷേധമുണ്ടായിരുന്നു. പൊതുവീഥികളിൽ അവർക്ക് നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 1893 അയ്യങ്കാളി നടത്തിയ സമരരീതിയാണ് വില്ലുവണ്ടി യാത്ര. വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് കാളവണ്ടിയിലാണ് അന്നത്തെ പ്രമാണിമാർ യാത്ര ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അയ്യങ്കാളി ഒരു കാളവണ്ടി വാങ്ങി വെള്ള ബനിയനും മുണ്ടും മേൽമുണ്ടും തലപ്പാവും ധരിച്ച് പൊതുവഴിയിലൂടെ സാഹസിക യാത്ര നടത്തി. സവർണജാതിക്കാർ ഈ യാത്ര തടഞ്ഞു. അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി അവരെ എതിരിട്ടു. അയ്യങ്കാളി നടത്തിയ വില്ലുവണ്ടി യാത്രയുടെ തുടർച്ചയാണ് 1928 വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ സത്യാഗ്രഹം നടന്നത്. പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ ഉദ്ദേശം. 1936 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതിന് പിന്നിൽ അധസ്ഥിത സമരങ്ങളുടെ ദീർഘചരിത്രം തന്നെയുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധസ്ഥിത ജാതി പ്രതിരോധങ്ങളെ ചരിത്രം പുറത്തു കൊണ്ടുവന്നില്ല. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ ജന്മിമാർക്കെതിരെ കുടിയാന്മാരായ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും 1946 നടത്തിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. മുതലാളിമാർ നടത്തിയ ചൂഷണത്തിനെതിരായിട്ടാണ് ഈ ഒരു സമരം നടന്നത്. ഈ ഒരു സമരത്തിൽ ഒരുപാട് പുലയർ കൊല്ലപ്പെടുകയുണ്ടായി. ഇതുകൂടാതെ തന്നെ മതം മാറിയതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ താഴ്ന്ന വിഭാഗക്കാർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് മതം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് സാമൂഹ്യ സമത്വത്തിലേക്കുള്ള വഴിയായിട്ടാണ് കണ്ടത്. മനുഷ്യൻ എന്ന ആശയത്തിലേക്ക് ഒരു ജനതയെ നയിക്കാൻ ശ്രമിച്ചത് കീഴാളരായിരുന്നു. അവരുടെ ആവശ്യമായിരുന്നു അത്. അന്യമതസ്ഥർ നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ അവർ മനുഷ്യത്വത്തിലേക്ക് നടന്നെടുത്തു. അതോടെ മനുഷ്യത്വം സവർണർ നിർണയിച്ചതല്ല എന്ന് മനസ്സിലാക്കി. സവർണരുടെ പ്രത്യയശാസ്ത്രം വർണ്ണാശ്രമധർമ്മത്തെയും ജാതി നിയമത്തെയും കൂട്ടിപ്പിടിച്ചു. ദളിതൻ നേരത്തെ തന്നെ മനുഷ്യനായി. അതുകൊണ്ടാണ് വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ചത്. യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും ജാതി ജന്മിത്വത്തെ പരിഗണിച്ചില്ല. ജാതിയെ ആധാരമാക്കിയല്ല അത് വളർന്നത്. ഏത് ജാതിയിലുള്ളവനും സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്നവയാണ് യന്ത്രങ്ങൾ. അതിനാൽ മുതലാളിത്ത വ്യവസ്ഥിതിയും വ്യവസായവൽക്കരണവും ജാതിയെ ഒരു പ്രശ്നമായി കണ്ടില്ല. ജാതിയെ നിലനിർത്തുക എന്നത് ജന്മിത്വത്തിൻ്റെ മാത്രം ആവശ്യമായിരുന്നു. കാരണം കാർഷിക വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ജാതി ശ്രേണി ആവശ്യമാണ്.
അതുകൊണ്ടാണ് സവർണർ വ്യവസായവൽക്കരണത്തെ എതിർത്തത്. വ്യവസായവൽക്കരണം ശരിക്കും ജാതിയെ നിരാകരിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആധുനിക കേരളം കീഴാളരുടെ അല്ലെങ്കിൽ അധസ്ഥിത വർഗങ്ങളുടെ ഭാവനയാണ് എന്നത്. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറേ സമരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, കീഴാളരുടെ സമരങ്ങളെക്കുറിച്ച്. അതിൽ കുറച്ചൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എസ്സേ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.